അപ്പോൾ അതേ ഒത്തിരി നാൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. പോണ വഴിക്ക് അമ്മയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു പോകാമെന്നാണ് തീരുമാനം കേട്ടോ. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോണത്. റിച്ചൂട്ടൻ നല്ല ഉറക്കത്തിലാണ്. അതിനിടയ്ക്ക് ഡ്രൈവർക്ക് ഒരു അത്യാവശ്യം ഉണ്ടായപ്പോൾ ഞങ്ങളോട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. റിച്ചൂട്ടൻ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടുണ്ട്. അയാൾക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ തീരെ സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവറെ കാത്തുനിന്നപ്പോൾ ഞാൻ കുറച്ച് ഫ്ലെക്സൊക്കെ വായിച്ച് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങൾ കാണുന്നത് നമ്മൾ വാർത്തയിലൊക്കെ കണ്ട ആക്സിഡന്റ് നടന്ന സ്ഥലമാണ്. ലോറി നിയന്ത്രണം വിട്ട് ഒത്തിരി വാഹനങ്ങൾ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അമ്മേൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അവരൊക്കെ താഴത്ത് വല്യമ്മേൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാനൊന്ന് മാറ്റിയിട്ട് തിരിച്ച് നമ്മൾ വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണ വഴിയാണത്. കാരണം പാടത്താണ് വല്യമ്മേൻ്റെ വീട് കേട്ടോ. അപ്പം മഴ സീസൺ ആയതുകൊണ്ട് പാടത്തുള്ള വീടുകളൊക്കെ അവസ്ഥ ഏകദേശം തന്നെയാവില്ല. അപ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. ഒന്ന് അപ്പുറത്തേക്ക് പോയ കുളമാണ്, ഒന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെളിക്കുണ്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കടന്ന് അപ്പുറത്ത് എത്തിയിട്ടോ. ഞാൻ റിച്ചൂട്ടിനെ അമ്മയുടെ കയ്യിൽ സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉമ്മർത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മമ്മയാണ്. ഇങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ. അപ്പോൾ എന്തായാലും അമ്മ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ വല്യമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഉമ്മറത്തുനിന്ന് നോക്കിയത് ഇതാണ് കേട്ടോ കാഴ്ച. നല്ല പാടാണ്, ഇത്തിരി വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ.